അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്നത്തെ അറബിക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നമ്മള് അറബിയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞേ. ത്വാ, ളാ. ഏതൊക്കെ പഠിച്ചു? ത്വാ, ളാ. ഓക്കെ, ത്വാ എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ. ഇതാണ് ത്വാ. ഇനി ളാ എങ്ങനെ എഴുതാം? ത്വാ എഴുതുക, എന്നിട്ട് ഇവിടെ ഒരു പുള്ളിട്ട് കൊടുത്താൽ എന്തായി? ളാ. ത്വാ, ളാ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ളാ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരമായിട്ടുള്ള ഐൻ. ഒന്ന് പറഞ്ഞേ, ഐൻ. ഒന്നുകൂടെ പറഞ്ഞേ, ഐൻ. ത്വാ, ളാ, ഐൻ. ത്വാ, ളാ, ഐൻ. ഒന്ന് പറഞ്ഞേ, ഐൻ. ഒന്നുകൂടെ പറഞ്ഞേ, ഐൻ. ഓക്കെ, ഇനി ഐ എങ്ങനെ എഴുതാൻ നോക്കിയാലോ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഒരു സ്മോൾ കർവ്, റൈറ്റിലേക്ക് ഒരു സ്മോൾ കർവ്, എന്നിട്ടൊരു ബിഗ് കർവ്. ഇതാണ് ഐൻ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു സ്മോൾ കർവ്, ഒരു ബിഗ് കർവ്. ഇതാണ് ഐൻ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു സ്മോൾ കർവ്, ഒരു ബിഗ് കർവ്. ഇതാണ് ഐൻ. ഓക്കെ, ഐൻ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞു തരാം. ഇങ്ങനെ എഴുതാൻ പാടില്ല. ഐൻ എങ്ങനെ എഴുതാ? ഇങ്ങനെ വേണം എഴുതാൻ. ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താ? ഇത് തെറ്റാണ്, ഇതാണ് ശരി. കണ്ടോ, ഇങ്ങനെ ഒരുപോലെ വരാൻ പാടില്ല. ഇങ്ങനെ ഒരേ രീതിക്ക് നിൽക്കാൻ പാടില്ല. ഇത് കുറച്ച് മുൻപിലും അതിന്റെ ബാക്കിലായിട്ട് വേണം ഇത് വരാൻ. കണ്ടോ, ഇത് മുൻപിൽ, കണ്ടോ, അതിന്റെ ബാക്കിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാണ് ശരി. ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇത് തെറ്റാണ്. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് എഴുതുക. കണ്ടോ, ഇത് മുൻപിലും അതിന്റെ ബാക്കിലാവണം ഇത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ എഴുതുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ന് നമ്മള് ഏത് അക്ഷരമാണ് പഠിച്ചത്? ഐൻ. ഒന്ന് പറഞ്ഞേ, ഐൻ. ഐൻ എങ്ങനെ എഴുതാ? ഒരു സ്മോൾ കർവ്, ബിഗ് കർവ്. ഇത് കുറച്ച് മുൻപിലും ഇത് കുറച്ച് ബാക്കിലായി നിൽക്കണം. ഓക്കെ, ഇനി നമുക്ക് ഐൻ വെച്ചിട്ട് ഒരു വാക്ക് പഠിക്കാനുണ്ട്. അത് എഴുതാൻ നോക്കിയാലോ? ഞാൻ ചിത്രം കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇത് എന്താണ്? ആ, കണ്ണ്. കണ്ണിന് ഇംഗ്ലീഷില് ഐ എന്ന് പറയും. അറബിയിൽ ഒരു പേര് പറയും ഐന് വെച്ചിട്ട്. അതെന്താണെന്നറിയോ? ഐനുൻ. എന്ന് പറഞ്ഞേ, ഐനുൻ. കണ്ണിനാണ് എന്ത് പറയാ? ഐനുൻ. എന്ന് പറഞ്ഞേ, ഐനുൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഐനുൻ. ഓക്കെ, ഞാൻ ഐനുൻ ബോർഡിലൊന്ന് ഒട്ടിക്കാണ്. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഏതാക്ഷരം? ഐൻ. ഒന്ന് പറഞ്ഞേ, ഐൻ. ഒന്നുകൂടെ പറഞ്ഞേ, ഐൻ. ഓക്കെ, ഐന് വെച്ചിട്ട് എന്ത് പഠിച്ചു? ഐനുൻ. ഐൻ. ഓക്കെ, ഇനി നമുക്ക് ഐനിന് ഫതഹ്, കസ്ർ, ലം, സുകൂന് അതൊക്കെ ഒന്ന് കൊടുത്തൊന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ, ഐനിന് ഫതഹ് കൊടുത്താൽ അ. ഓക്കെ, അടുത്തത് ഐനിന് കസ്ർ കൊടുത്താൽ ഐ. ഓക്കെ, ഇനി ഐനിന് ലം കൊടുത്താൽ ഉ. ഇനി ഐനിന് സുകൂൻ കൊടുത്താൽ ഉ. അ, ഐ, ഉ, ഉ. ഐനിന് ഫതഹ് കൊടുത്താൽ അ. ഐനിന് കസ്ർ കൊടുത്താൽ ഐ. ഐനിന് ലം കൊടുത്താൽ ഉ. ഐനിന് സുകൂൻ കൊടുത്താൽ ഉ. ഓക്കെ, ഇനി നമുക്ക് ഐനുൻ ഒന്ന് എഴുതി നോക്കിയാലോ. ഓക്കെ,
ഐന് എഴുതി ഐന് ആണെങ്കിൽ ഐനിന് ഫതഹ കൊടുക്കുക ഫതഹ കൊടുക്കും ഇപ്പൊ എന്തായി ആ ഓക്കെ ഐ എന്നാണ് ഈ എന്ന് പറയുമ്പോ യാ എഴുതി യാഇന് ഈ എന്ന് പറയുമ്പോ എന്ത് കൊടുക്കണം സുക്കൂന് കൊടുത്തു ഇപ്പൊ എന്താ വായിക്കുക ഐ ന്യൂൻ എന്നാണ് ന്യൂൻ എന്ന് പറയുമ്പോ ന്യൂൻ എഴുതി ന്യൂൻ എന്ന് പറയുമ്പോ തൻവീൻ ലമ്മ് ഇപ്പൊ എന്താ വായിക്കുക ഐ ന്യൂൻ ആ യ ന്യൂൻ ഐ ന്യൂൻ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണിനാണ് ഐനുൻ എന്ന് പറയാം ഓക്കെ ഇന്ന് നമ്മള് ഏത് അക്ഷരാണ് പഠിച്ചത് ഐ ഏതക്ഷരാണ് പഠിച്ചത് ഐ എങ്ങനെ എഴുതുക ഒരു സ്മോൾ കർവ് ഒരു ബിഗ് കർവ് ഇതാണ് ഐ ഓക്കെ ഐ വെച്ചിട്ട് എന്ത് പഠിച്ചു ഐനുൻ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണിനെയാണ് നമ്മൾ എന്ത് പറയാ ഐനുൻ അതെങ്ങനെ എഴുതുക ഫതഹ കൊടുക്കുക യാഇന് സുക്കൂന് കൊടുക്കുക നൂനിന് തൻവീൻ ലമ്മ് കൊടുത്താൽ എന്തായി ഐനുൻ ഓക്കെ ഐനുൻ മനസ്സിലായോ ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ അതിൽ പേജ് നമ്പർ 7 കണ്ടോ മുകളില് ഐ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഐനുൻ ചിത്രം കൊടുത്തിട്ടുണ്ട് എല്ലാവരും കണ്ടോ ഇവിടെ വേറൊരു ഐനും ചിത്രം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് കളർ ചെയ്യാം ഓക്കെ ഇതിന് താഴെ ഐനിന് ഫതഹ കസ്റ ലമ്മ് സുക്കൂനൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതും നിങ്ങളൊന്ന് കളർ ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിന് താഴെ ഐനുൻ ഇവിടെ ഒന്ന് എഴുതാനുണ്ട് ഇത് നോക്കിയിട്ട് ഇതുപോലെ താഴേക്കൊന്ന് എഴുതാം ആദ്യം നിങ്ങൾ സ്ലേറ്റിൽ എഴുതാം ഐ കണ്ടോ ഐ സ്ലേറ്റിൽ എഴുതി പഠിക്കുക ഐനുൻ സ്ലേറ്റിൽ എഴുതി പഠിക്കുക എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ